ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു യാത്രയായിട്ട് ഇറങ്ങിയതാണ്. ചുമ്മാ ഒന്ന് മൈൻഡൊക്കെ ഫ്രീ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ. അതായത് ഞങ്ങളിത് വർക്കല ബീച്ചിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ മഴ സമയത്ത് വർക്കല ബീച്ച് കാണാൻ എന്ത് രസമാണെന്നറിയാവോ. അടിപൊളി കേട്ടോ, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുന്നു. ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വെച്ചാൽ, കാരണം കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിനകത്ത് ഇവിടെ ആകെ മൊത്തം പൊട്ടിത്തെറി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും പറയാനില്ല. അവരൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുവാടി ഈ സംഭവം, ആരാ നീ, എന്നിട്ട് അവർ പറയുന്നത് കേൾക്കണം, നിന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നീ ഇത്രയും പൊട്ടിത്തെറിക്കുള്ളൂ മനസ്സിലായി, പക്ഷേ എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരുടെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില നായ്ക്കളുണ്ടോ, നായി എന്ന് പറയാൻ പറ്റില്ല, നായി കുറച്ച് നന്മയുള്ളൊരു വർഗ്ഗമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് ചിലതായിട്ട് ഇത് ആക്കുന്നില്ല. ചില കൊടും വിഷമായ കുറേ പാമ്പുകളുണ്ട്, അതാണ് കൂടുതൽ ചേരുന്നത് കേട്ടോ. അതായത് കുറച്ച് നമ്മൾ ആരുമായിട്ടാണോ മിങ്കിൾ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നത് അവരെ വിളിച്ചിട്ട് നമ്മളെക്കുറിച്ച് ഒരു കാര്യം അറിയേണ്ടതെന്ന് വിചാരിക്കുന്നവരോട് വിളിച്ച് നമ്മുടെ കുടുംബചരിത്രം മൊത്തം വിളമ്പിയിട്ട് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ജന്മങ്ങളുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ ആ കൾച്ചർ കാണിക്കത്തില്ല, കാരണം അത്രയും അവർ പോലെ കോമൺ സെൻസും കൾച്ചറും ഇല്ലാത്തവരല്ല നമ്മൾ. തിരിച്ചല്ലെങ്കിൽ അവർ തെളിവ് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറയാം. വായ്ത്താളം കൊണ്ട് പലർക്കും പലതും പറയാമല്ലേ ഗൈസ്. നമ്മുടെ വാ കൊണ്ട് നമുക്ക് എന്തും പറയാം, പക്ഷേ അതെങ്ങനെ കാണാം, തെളിവാണ് എല്ലാത്തിനും ആവശ്യമല്ലേ. ഒരു തേങ്ങയും തെളിവും ഇല്ലാതെ വായിൽ തോന്നിയൊക്കെ വിളിച്ച് വാരി പറയാനാണെങ്കിൽ എല്ലാവർക്കും പറ്റും. പക്ഷേ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ തെളിവ് സഹിതമാണ് എല്ലാവരെയും കാണിച്ചതാണെന്ന്. അപ്പം എൻ്റെ ഇന്നസെൻസ് എനിക്ക് പ്രൂവ് ചെയ്യാൻ എനിക്ക് അത് മാത്രം മതിയാവും. പിന്നെ ചില ഈ പറയുന്നവരുടെ ബന്ധുക്കളൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് തന്നെ ചോദിച്ചു. ഞാനപ്പോൾ പറഞ്ഞു അവരുടെ അടുത്ത് തന്നെ പോയി ചോദിച്ചു, അവരിങ്ങനെ ഒരു കാര്യം തുറന്ന് സംസാരിച്ചത് കൊണ്ടല്ലേ എനിക്ക് അതിനെ റിയാക്ട് ചെയ്യേണ്ടി വരുന്നത്. വായും വെച്ച് മര്യാദയ്ക്ക് അവനവൻ്റെ കുടുംബവും നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ആരും ഒന്നിനും റിയാക്ട് ചെയ്യാൻ വരില്ല. അതിന് ചില കിഴങ്ങന്മാർ സപ്പോർട്ടും കൂടി ഉള്ളപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പം നമുക്ക് നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം ആരെയും മുമ്പിൽ ചൂളേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ കൊടുക്കാനുള്ളതൊക്കെ ഇന്നലെ രാത്രി തന്നെ എൻ്റെ ഹസ്ബൻഡ് ഞാനും കൂടി വയറ് വീക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വയറ് വീർത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തൃപ്തി അടങ്ങിയിട്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വിളിച്ചാൽ ബാക്കിയും കൂടെ തീർത്ത് തരായിരുന്നു. കുറച്ചുകൂടെ പറയാനുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങ് വിങ്ങയാണ്. അതും കൂടെ എന്നെക്കൊണ്ട് ഇതിൽ വഴി ഇനി വീണ്ടും പറയിക്കാതിരുന്നാൽ കൊള്ളാം എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ ഇനി പറയണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എന്നെ വിളിച്ചാൽ ഞാൻ ബാക്കി മൊത്തത്തിൽ നമുക്ക് അതങ്ങ് ഫില്ല് ചെയ്യാം. ആ കോളം മൊത്തത്തിൽ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഞാനതല്ല ഗൈസ് ആലോചിക്കുന്നത്, മൊത്തത്തിൽ നാറിയവൻ പകുതി നാറിയവനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലേ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എൻ്റെ അനിയൻ്റെ വിവാഹ കാര്യം. എൻ്റെ അനിയന് നല്ലൊരു ബന്ധം കിട്ടില്ല. നിൻ്റെ അനിയന് നല്ലൊരു ബന്ധം കിട്ടുമല്ലോ അല്ലേ, നല്ല ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ ഫാമിലിയിലുള്ളത്. അപ്പോൾ അതെന്തായാലും നടക്കില്ല, അതിൽ നിന്ന് എനിക്ക് സമാധാനം. അല്ല ഗൈസ്, നമ്മൾ ജനിച്ച് വളർന്ന നാട്ടിലെങ്കിൽ നമ്മളെക്കുറിച്ച് 10 ആൾക്കാർ നല്ലത് പറയണം, അങ്ങനെയല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നാട്ടിൽ 10 വീട്ടിലെ ചില കുട്ടിയായിട്ട് തന്നെയാണ് വളർന്നത്. അവരിപ്പോഴും എന്നെ ആയിരിക്കാൻ കാണുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു മോശം അഭിപ്രായം അവർക്ക് ആർക്കുമില്ല. പിന്നെ തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരില്ല, അത് ലോകത്ത് സ്വാഭാവികമാണ് എന്ന് കരുതി ഒരാൾ നാറിയവർ മറ്റൊരാളെ നാറ്റിക്കുമ്പോൾ ആലോചിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾ ഡീസൻ്റ് ആയിരിക്കണം, പക്ക ഡീസൻ്റ്. ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു പെൺകുട്ടിയെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയിൽ പല നല്ല ക്വാളിറ്റീസും കണ്ടിട്ടായിരിക്കണം അല്ലേ. ഒരു തെറ്റുകാരുടെ പിറകെ ഒരിക്കലും ഒരു ആമ്പിളരും പോവില്ല. ആയിട്ട് ഒരു ആൺകുട്ടിയുടെ ജീവിതം തുലയ്ക്കാതിരുന്നാൽ അവർ നമുക്ക് നല്ലൊരു വാല്യൂ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഞാനൊരു കാര്യം പറയാം ഗൈസ്, ഞാനായിട്ട് വിട്ടിട്ട് പോയ ഒരാൾ എന്നെക്കുറിച്ച് തിരക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരിക്കലും ഞാൻ ചതിച്ചു, ഞാൻ കാരണം അവൻ്റെ ജീവിതം പോയി എന്നൊന്നും പറയില്ലല്ലോ. നമ്മൾ പോലും അറിയാതെ നമ്മളെ സ്നേഹിക്കാൻ ഓരോരുത്തരുണ്ടെന്ന് പറയുമ്പോൾ എന്ത് സന്തോഷമുള്ള കാര്യമാണല്ലേ. സോ ഹാപ്പി.